2020 പബ്ലിഷ് ചെയ്ത ജീസസ് വൂൺസ് ഓൺ ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ എന്ന ഡോക്യുമെന്ററിയുടെ മലയാള പരിഭാഷയാണിത്. 2020 ജർമ്മനിയിലെ പീഡിങ്ങിൽ ഡോക്ടർ റിച്ചി തന്റെ ഭവനത്തിൽ വെച്ച് റെക്കോർഡ് ചെയ്ത ഡോക്യുമെന്ററി 2020 മെയ് മാസം ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ MSFS എന്ന യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ മലയാള പരിഭാഷയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. മാന്യരെ, ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ഡോക്ടർ റിച്ചി ഫേബ്രിസ് ലെന്താവൂരോ. കഴിഞ്ഞ 20ലധികം വർഷങ്ങളായിട്ട് ഫാദർ ജെയിംസ് മഞ്ഞാക്കലിനെ എനിക്കറിയാം. ഞാനും എൻ്റെ അമ്മയും ഭാര്യയും 8 മക്കളും ജെയിംസ് അച്ഛൻ്റെ ജീവിതത്തിലെ അതിസ്വാഭാവിക അനുഭവങ്ങളുടെ സത്യാവസ്ഥ കാണുകയും അതിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. അതേപ്പറ്റി നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. അതിനെ ഞാൻ സാക്ഷ്യപ്പെടുത്തട്ടെ. അച്ഛൻ്റെ ശരീരത്തിലെ അതിസ്വാഭാവികമായ മുറിവുകളെപ്പറ്റി ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും മറ്റ് പല ഭാഷകളിലും പല വീഡിയോകളും നിങ്ങളുടെ പക്കൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്നാൽ എൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കട്ടെ. ജെയിംസ് മഞ്ഞാക്കലച്ചൻ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ സന്യാസ സഭയിലെ ഒരംഗമാണ്. AD 2000 ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ടപ്പോഴാണ് ഞാൻ സത്യമായും എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. സത്യമായും യേശുവിന്റെ മുറിവുകൾ തന്നെയാണ് റോമൻ കത്തോലിക്ക സഭയിലെ ഈ വൈദികന്റെ കരങ്ങളിൽ ദിവ്യബലി സമയത്ത് ഞാൻ കണ്ടത്. കഴിഞ്ഞ 20 വർഷങ്ങളായി ഈ മുറിവുകൾ പരസ്യപ്പെടുത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും ഇദ്ദേഹത്തെപ്പറ്റി പലർക്കും കണിശമായും അറിയാമായിരുന്നു. സ്വാഭാവികമോ അതിസ്വാഭാവികമോ ആയ ഈ മുറിവുകളെപ്പറ്റി ആധികാരികമായ ഒരു വിവരണം ഈ ഡോക്യുമെന്ററിയിലൂടെ സ്ഥിരീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാനും എൻ്റെ കുടുംബവും ജെയിംസ് അച്ഛനോടുകൂടെ ശുശ്രൂഷകൾ ചെയ്തു. അദ്ദേഹം എൻ്റെ ആധ്യാത്മിക ഗുരുവും മാർഗദർശിയും ഏറ്റവും അടുത്ത ഉത്തമ സുഹൃത്തും എന്നതിനേക്കാൾ ഉപരി ഞാൻ അദ്ദേഹത്തെ എൻ്റെ സ്വന്തം അപ്പനായിട്ടാണ് കാണുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും അച്ഛൻ്റെ മുറിവുകളെ കാണുവാനും അതേപ്പറ്റി സംസാരിക്കുവാനും അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇവയെപ്പറ്റി സംസാരിക്കുന്നത് അച്ഛന് അനിഷ്ടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ മുറിവുകളെപ്പറ്റിയും അതിൻ്റെ സംഭവ വികാസങ്ങളെപ്പറ്റിയും സത്യമായ റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ഞാനതിന് പരിശ്രമിക്കുകയാണ്. ഞാനൊരു മുന്നറിയിപ്പ് തരട്ടെ. ഈ വീഡിയോയിൽ അച്ഛൻ്റെ ശരീരത്തിലുണ്ടാകുന്ന അത്യധിക വേദനാജനകമായ മുറിവുകളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ യേശു തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച മുറിവുകളുടെ വേദനകളുടെ കഠോരത നിങ്ങളുടെ മനസ്സിൽ വരും. ഇവ നിങ്ങളുടെ കണ്ണുകൾക്ക് കൗതുകമായിരിക്കുകയില്ല. കാണാൻ ഏറെ പ്രയാസമുണ്ടായേക്കാം. ഇവ കാണുന്നത് നിങ്ങൾക്ക് അരോചകമോ അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ വരുത്തുമെങ്കിൽ ഈ വീഡിയോ കാണരുത്. ഇപ്പോൾ തന്നെ നിർത്തുക. അച്ഛനെയും അച്ഛൻ്റെ മുറിവുകളെപ്പറ്റിയും അവയുടെ ചരിത്രത്തെപ്പറ്റിയും അവയുടെ വളർച്ചയെപ്പറ്റിയും ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ജെയിംസ് അച്ഛൻ കേരളത്തിലെ അതിരമ്പുഴയിലുള്ള കാരിസ് ഭവൻ ധ്യാനകേന്ദ്രം സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആധ്യാത്മിക നവീകരണത്തിനായി ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടുവാൻ ഇടയായി. പ്രഭാതം മുതൽ പ്രദോഷം വരെ അതിതീക്ഷ്ണതയോടെയും ആത്മാവിന്റെ ശക്തിയോടെയും സന്തോഷത്തോടെയും ആരോഗ്യം വകവയ്ക്കാതെ ജെയിംസ് അച്ഛൻ അവിടെ പ്രവർത്തിച്ചു പോകുന്നു.
ആഴ്ചതോറുമുള്ള ധ്യാനങ്ങൾ, കുട്ടികൾക്കും യുവാക്കൾക്കും ദമ്പതികൾക്കും വിധവകൾക്കും പ്രത്യേകം ധ്യാനങ്ങൾ, സുവിശേഷ പ്രഘോഷകരെ വാർത്തെടുക്കാനുള്ള സുവിശേഷ സ്കൂൾ, ആണ്ടുതോറുമുള്ള വാർഷിക കൺവെൻഷൻ എന്നിവ അദ്ദേഹം തന്നെയാണ് നയിച്ചു പോന്നിരുന്നത്. അതിനുമുപരിയായി കാരിസ് മരിയൻ മെയ്ഡ്സ് എന്ന സന്യാസ സഭയ്ക്കും രൂപം കൊടുത്തു. അതിന്റെ മേൽനോട്ടവും അദ്ദേഹം തന്നെയാണ് ചെയ്തിരുന്നത്. കാരിസ് ജ്യോതി എന്ന മാസികയും ക്രിസ്ത ഫാമിലിയ എന്ന ഉപകാരികളുടെയും സഹൃദയരുടെയും സംഘടനയും ആരംഭിച്ചു. കാരിസ് ഭവന്റെ കെട്ടിടങ്ങൾ പണിയുവാനും അവിടുത്തെ ധ്യാന പരിപാടികൾ നടത്തുവാനും തന്റെ ധ്യാന പരിപാടികളിൽ സംബന്ധിച്ചിരുന്നവരിൽ നിന്നാണ് പണം സ്വീകരിച്ചിരുന്നത്. വിദേശ പണം അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. ഈ സംരംഭത്തിനായി നാട്ടിലുള്ളവർ കൈതുറന്ന് സഹായിച്ചു. കാരിസ് ഭവൻ ലത്തീൻ രൂപതയായ വിജയപുരത്തിന്റെ കീഴിലായിരുന്നതുകൊണ്ട് സീറോ മലബാർ സഭയിൽ നിന്നുമുണ്ടായ എതിർപ്പുകൾ അദ്ദേഹത്തെ ഏറെ ദുഃഖപ്പെടുത്തി. എല്ലാവരും അദ്ദേഹത്തെ ഒരു വലിയ ആധ്യാത്മിക നേതാവും ഗുരുവുമായി കണ്ട് ബഹുമാനിച്ചു. അച്ഛനും അവരെ ഹൃദയം തുറന്ന് സ്നേഹിച്ചിരുന്നു. കേരളത്തിലും പുറത്തും, പ്രത്യേകിച്ച് ബോംബെയിലും കർണാടകയിലുമൊക്കെ ആയിരങ്ങളെയും ലക്ഷങ്ങളെയും സംബന്ധിപ്പിച്ചിട്ടുള്ള കാരിസ് ഭവൻ കൺവെൻഷൻ സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലും പ്രശംസ നേടലിലും തൻ്റെ സഭയിലുള്ളവർക്ക് തന്നെ അസൂയ തോന്നി. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുവാൻ പോലും അവർ ആഗ്രഹിച്ചു. ആ ഇടയ്ക്കാണ് അദ്ദേഹത്തെ ഏതോ തസ്കരന്മാർ തട്ടിക്കൊണ്ടുപോയതും പീഡിപ്പിച്ചതും. ദൗർഭാഗ്യകരമായ പല അനിഷ്ട സംഭവങ്ങൾക്കും അദ്ദേഹം വിധേയനായി എന്നത് സത്യമാണ്. ആ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൈകാലുകളിലും നെഞ്ചത്തും അസാധാരണമായ മുറിവുകളും രക്തം വാർന്നു പോക്കലും ആരംഭിച്ചു. ഡോക്ടർമാരും ത്വക്ക് രോഗ വിദഗ്ധരും അവ കണ്ട് പരിശോധിച്ചുവെങ്കിലും അവയെപ്പറ്റി തക്കതായ ഒരു വിശദീകരണം നൽകുവാൻ കൂട്ടാക്കിയില്ല. വൈദ്യശാസ്ത്രത്തിന് പുറമെയുള്ള അതിസ്വാഭാവികമായ പ്രതിഭാസം എന്നാണ് അവർ വിവരിച്ചത്. ഒരുപക്ഷെ ഇത് സംഭവിച്ചത് സുമാർ 30 വർഷങ്ങൾക്ക് മുമ്പാണ്. കോട്ടയം കിടങ്ങൂരിലുള്ള ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ഡോക്ടർ സിസ്റ്റർ മാർസലീന ഈ മുറിവുകളുടെ സ്കാൻ എടുക്കുകയും അവ പരിശോധിച്ച് അവയെപ്പറ്റിയുള്ള റിപ്പോർട്ട് അന്നത്തെ കാരിസ് ഭവന്റെ സുപ്പീരിയർ ആയിരുന്ന ഫാദർ ദേവസ്യ കുഴുപ്പിലിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇവ ദൈവത്തിൽ നിന്നുള്ള ദാനമാണെന്നും ഇതിന്റെ പേരിൽ ജെയിംസ് അച്ഛനെ വിഷമിപ്പിക്കരുതെന്നും അവൾ അച്ഛനോട് പറയുകയുണ്ടായി. She told Father Divisia Kurupil, the then superior of Caris Bhavan, not to travel Father James further on this matter. എന്നാൽ സംഭവിച്ചത് വിപരീതമായിരുന്നു. കേരളത്തിലെ അന്നത്തെ പ്രശസ്ത ധ്യാനഗുരുവും ജെയിംസ് അച്ഛന്റെ സുഹൃത്തുമായ മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛൻ ജെയിംസ് അച്ഛന്റെ മുറിവുകളെപ്പറ്റി അറിയുകയും അതിന്റെ നിജസ്ഥിതി അറിയുവാൻ അദ്ദേഹത്തോടൊപ്പം ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. പ്രസ്തുത ബലിസമയം അച്ഛന്റെ എല്ലാ മുറിവുകളിൽ നിന്നും ചോരയൊഴുകി. ഇത് നേരിട്ട് കണ്ട നായിക്കമ്പറമ്പിലച്ചൻ ഈ പ്രതിഭാസം മറച്ചുവെക്കരുതെന്നും ജനത്തെ ബോധ്യപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ ജെയിംസ് അച്ഛൻ ഇത് പരസ്യപ്പെടുത്തുവാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. കർത്താവ് രഹസ്യത്തിൽ തന്ന ദാനങ്ങൾ പരസ്യമാക്കണമെന്ന് നായിക്കമ്പറമ്പിലച്ചൻ നിഷ്കർഷിച്ചു. മഞ്ഞാക്കലച്ചൻ അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഉപദേശമനുസരിച്ച് മുറിവുകളെ മറച്ചുവെക്കാതെ മറ്റുള്ളവരെ കാണിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ അതിലെന്തെങ്കിലും അതിസ്വാഭാവികത ഉണ്ടെന്നോ അത് പഞ്ചക്ഷതങ്ങളാണെന്നോ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിരുന്നില്ല. കർത്താവ് സഹിക്കാൻ തന്ന മുറിവുകൾ എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത്. വിശുദ്ധർക്ക് ദൈവം കൊടുക്കുന്ന വിശിഷ്ടദാനമായ പഞ്ചക്ഷതങ്ങൾ ലഭിക്കുവാൻ താൻ അയോഗ്യനാണെന്ന് പറയുമായിരുന്നു. വിശുദ്ധരും നമ്മെപ്പോലെ പച്ച മനുഷ്യരായിരുന്നുവെന്ന് നാം ഓർക്കണം. മഞ്ഞാക്കലച്ചന്റെ കാലുകളിൽ വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നതിനാൽ അവ പൊട്ടിയാണ് ചോര ഒഴുകുന്നതെന്നും അദ്ദേഹം പറയുമായിരുന്നു. ഏറെ പേർ അങ്ങനെയാണ് കരുതിയത്.
നായിക്കമ്പറമ്പിൽ അച്ഛന്റെ ഉപദേശമനുസരിച്ച് മുറിവുകൾ മറ്റുള്ളവരെ കാണിക്കാൻ തുടങ്ങിയതോടെ ജെയിംസ് അച്ഛൻ തന്റെ പേരിനും പ്രശസ്തിക്കുമായിട്ട് മുറിവുകൾ പ്രദർശിപ്പിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അധികാരികൾ ആരോപണം തുടങ്ങി. ഒരിക്കൽ എന്റെ അമ്മ ഗാബി ലന്താവൂരോ അച്ഛന്റെ ശരീരത്ത് തുറന്ന 5 മുറിവുകളിലൂടെ രക്തമൊലിക്കുന്നത് കാണുകയുണ്ടായി. അതുവരെ ദിവ്യബലിയുടെ സമയത്ത് കൈപ്പത്തുകളിലൂടെ രക്തമൊലിക്കുന്നതേ ഞങ്ങൾ കണ്ടിരുന്നുള്ളൂ. 5 മുറിവുകളിൽ കൂടി രക്തമൊലിക്കുന്നതായി കണ്ട എന്റെ അമ്മ ഇവ ഫ്രാൻസിസ് അസീസിയുടെയോ പാദ്രെ പിയോയുടേതോ പോലെയുള്ള മുറിവുകളാണെന്ന് പറഞ്ഞപ്പോൾ ജെയിംസ് അച്ഛൻ നിഷേധിച്ചു പറഞ്ഞു, ഞാനൊരു പാപിയാണ്, അവ പഞ്ചക്ഷതങ്ങളല്ല. പഞ്ചക്ഷതങ്ങൾ വിശുദ്ധർക്കുള്ളതാണ്. എന്നാൽ തന്റെ മുറിവുകൾ സുവിശേഷം ശക്തമായി പ്രസംഗിക്കുവാൻ തന്ന സഹനദാനങ്ങളാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞു. സഹനങ്ങളോടുകൂടെ പ്രസംഗിക്കുമ്പോൾ യേശുവിന്റെ സഹനത്തോട് ചേർന്നുള്ള വിശ്വാസ പ്രഖ്യാപനമാണെന്നും അതിലൂടെ ഏറെ പേർ മാനസാന്തരപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ഈ മുറിവുകളുടെ പേരിൽ അച്ഛൻ കേരളത്തിൽ തിരസ്കരിക്കപ്പെട്ടതും കാരിസ് ഭവനിൽ നിന്ന് സ്ഥലം മാറ്റിയതും യൂറോപ്പിലേക്ക് പോകുവാൻ ഇടയായതുമെല്ലാം വിശദീകരിച്ചു പറഞ്ഞു. എന്റെ അമ്മ അതെല്ലാം തന്റെ ഡയറിയിൽ കുറിച്ചു വച്ചിരുന്നു. അതിലെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കട്ടെ. 1993 സെപ്റ്റംബർ 8 കോട്ടയം ഗുഡ് ഷെപ്പേർഡ് പള്ളിയിൽ വിശുദ്ധ കുർബാന സന്നിധിയിൽ നടത്തിയ ഒരു രോഗശുശ്രൂഷ സമയത്ത് എന്റെ കൈകാലുകളിലും നെഞ്ചിലുമുള്ള മുറിവുകളിൽ നിന്നും രക്തമൊലിക്കുവാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ ഡോക്ടർമാരെ സമീപിച്ച് പരിശോധിച്ചു. എന്നാൽ ആർക്കും അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഓരോ ദിവ്യബലി സമയത്തും എന്റെ ശരീരത്തിൽ ഈ പ്രതിഭാസം തുടർന്നു. വെള്ളിയാഴ്ചകളിൽ മുറിവുകളും വേദനകളും അതികഠിനമായിരുന്നു. എന്റെ സുഹൃത്തുക്കളും സഹവൈദികരും അതേപ്പറ്റി ദുരാരോപണങ്ങൾ നടത്തുവാൻ തുടങ്ങി. ഈ മുറിവുകൾ ഞാൻ സ്വയം ഉണ്ടാക്കുന്നതായിരുന്നെന്നായിരുന്നു ആരോപണം. എന്റെ അധികാരികൾ എന്നെ പല ഡോക്ടർമാരെയും മനോരോഗ വിദഗ്ധരെയും കാണിച്ചു. എന്നാൽ അവർക്കാർക്കും ഈ മുറിവുകളുടെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇവ വൈദ്യശാസ്ത്രത്തിന് അതീതമാണെന്നും അച്ഛന് വിശ്രമം കൊടുക്കണമെന്നും അവരെല്ലാം പറഞ്ഞു. എന്നാൽ അവ ദൈവികമോ അതിസ്വാഭാവികമോ ആണെന്ന് പറയുവാൻ ഞാനും കൂട്ടാക്കിയില്ല. ഈ മുറിവുകളും സഹനങ്ങളും എന്റെ സുവിശേഷ പ്രഘോഷണത്തെ ഫലപ്രദമാക്കുവാനും ശക്തിപ്പെടുത്തുവാനും കർത്താവ് തന്ന ദാനമാണെന്ന് എനിക്കറിയാമായിരുന്നു. ദൈവം തന്ന അനന്യദാനങ്ങളാണ് അവയെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിലും അത് വെരിക്കോസ് ഞരമ്പ് പൊട്ടുന്നതാണെന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. പൗലോസ്ലീഹ കോറിന്തോസുകാർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14 പറയുന്നത് പോലെ ആത്മീയ കാര്യങ്ങൾ ലൗകികർക്ക് മനസ്സിലാവുകയില്ല എന്നെനിക്കറിയാമായിരുന്നു. ഏറെ നാളുകളായിട്ട് വെരിക്കോസ് ഞരമ്പിന്റെ പ്രശ്നം എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. കർത്താവെ, ഈ മുറിവുകളും വേദനകളും എടുത്തു മാറ്റണമേ എന്ന് ഞാൻ കർത്താവിനോട് പറയുമായിരുന്നു, പ്രത്യേകിച്ച് ദിവ്യബലി സമയത്ത്. 2013 ജനുവരി 1 ഓസ്ട്രിയയിലെ ആശുപത്രിയിൽ ഞാൻ അബോധാവസ്ഥയിലായിരുന്നപ്പോൾ ഈ മുറിവുകൾ അപ്രത്യക്ഷമായി. പാദ്രെ പിയോയെ പോലെ ഞാനും മരിക്കുമെന്ന് സമീപത്തുണ്ടായിരുന്ന ഗാബിയും കൂടെയുള്ളവരും ഓർത്തുപോയി. പാദ്രെ പിയോ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മുറിവുകൾ അപ്രത്യക്ഷമായിരുന്നു. കോമയിലായിരുന്ന അച്ഛന്റെ സമീപം ഞാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ യാതൊരു മുറിവിന്റെ പാടുകളും ഞാൻ കണ്ടിരുന്നില്ല. തുറന്നു പറയട്ടെ, ഈ മുറിവുകൾ ജെയിംസ് അച്ഛൻ തന്നെ ഉണ്ടാക്കിയതല്ലേ എന്ന് സംശയിച്ചു പോയി. എന്നാൽ അതേസമയം ഞാൻ ഓർത്തു, ഒരുപക്ഷെ പാദ്രെ പിയോയെ പോലെ ജെയിംസ് അച്ഛൻ മരണത്തിനൊരുങ്ങുകയാണെന്ന്. It is because he is to die, because we know that in the case of Saint Father Pio, the wounds disappeared briefly before his death. I came. ഈ മുറിവുകൾ ഏതാനും മണിക്കൂറിനകം എന്റെ കൺമുൻപിൽ തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവയുടെ അതിസ്വാഭാവികതയെപ്പറ്റി എനിക്കും പൂർണ്ണ ബോധ്യം വന്നു. ഇതേപ്പറ്റി കൂടുതലായി ഞാൻ പിന്നീട് പറയാം. ജെയിംസ് അച്ഛൻ തന്റെ മുറിവുകൾ മറ്റുള്ളവരെ കാണിക്കുവാനോ പരസ്യപ്പെടുത്തുവാനോ ഇഷ്ടപ്പെട്ടിരുന്നില്ല.
ഒരിക്കൽ സ്വിറ്റ്സർലാൻഡിൽ ധ്യാനം സംഘടിപ്പിച്ചവർ പഞ്ചക്ഷതധാരിയായ മഞ്ഞാക്കലച്ചൻ പ്രസംഗിക്കുന്നുവെന്ന് 10,000-ലധികം നോട്ടീസുകൾ ഇറക്കി പരസ്യപ്പെടുത്തിയപ്പോൾ ഏറെ അരിശത്തോടെ ആ നോട്ടീസുകൾ പിൻവലിക്കണമെന്ന് ജെയിംസ് അച്ഛൻ ആവശ്യപ്പെട്ടു. എന്നാൽ സംഘാടകർ അത് കൂട്ടാക്കിയില്ല. അതറിഞ്ഞ മഞ്ഞാക്കലച്ചൻ ആ ധ്യാനം ക്യാൻസൽ ചെയ്തു. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും, പ്രത്യേകിച്ച് മാസാദ്യ വെള്ളിയാഴ്ചകളിലും ഏറെ സഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഉദാഹരണമായി, ഇന്നലെ മെയ് 1 വെള്ളിയാഴ്ചയായിരുന്നു, തൊഴിലാളി ദിനവും യൗസേപിതാവിന്റെ തിരുനാളും. എന്നാൽ ജെയിംസ് അച്ഛന്റെ സഹന ദിനമായിരുന്നു അത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ഇത്രയധികം അസഹനീയമായ വേദനകൾ സഹിക്കുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. And having seen much suffering, I have never seen a man endure as much pain as I have seen Father James enduring to this point in time. On every Thursday night, വ്യാഴാഴ്ച രാത്രി കറ പുരളാത്ത ബെഡ്ഷീറ്റിലാണ് ജെയിംസ് അച്ഛൻ ശയിക്കാറുള്ളത്. രാത്രി മുഴുവൻ മുറിവുകളിലൂടെ രക്തമൊലിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. ഈ അത്യധിക വേദനാ സമയത്ത് യേശുവിന്റെയും മറിയത്തിന്റെയും പേര് വിളിച്ചാണ് കരയുന്നത്. എന്റെ ഈശോയെ, എന്റെ അമ്മേ എന്ന് നിലവിളിച്ചു കരയുന്നത് ഞങ്ങൾക്ക് കേൾക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തലയിലെ മുറിവുകൾ ഏറെയാണ്. ഞാൻ അവയെ ഫോട്ടോയിൽ പകർത്തി. നിങ്ങൾ ഇപ്പോൾ അത് കാണും. ചോര പുരണ്ട തുണികളും കാണാം. And you will see this wounds on his head presented now. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം പ്രത്യക്ഷപ്പെടുന്ന ഈ മുറിവുകൾ ഞായറാഴ്ചയോടെ പൂർണ്ണമായും ഉണങ്ങി അപ്രത്യക്ഷമാകുമത്രേ. അദ്ദേഹത്തിന്റെ തല പലതവണയും ഞാൻ കൂലങ്കഷമായി പരിശോധിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച തലയിൽ ഒരു മുറിവുമില്ല. എന്നാൽ വെള്ളിയാഴ്ച രാവിലെയാണ് മുറിവുകൾ. മുറിവുകൾ കൊണ്ടുള്ള ഒരു കിരീടം തന്നെ അദ്ദേഹത്തിന്റെ തലയിൽ ആർക്കും കാണാം. ഞായറാഴ്ച തലയിൽ നോക്കിയാൽ ഒരു പാടുപോലും കാണുകയില്ല. ഇതെന്നെ ആശ്ചര്യഭരിതനാക്കുന്നു. എനിക്കതിന് ഒരു സ്വാഭാവിക വിശദീകരണം തരാനാവില്ല. ഇതൊരു അതിസ്വാഭാവിക പ്രതിഭാസം തന്നെ. നേരത്തെ അനുദിനം ദിവ്യബലി സമയത്തുണ്ടാകുന്ന മുറിവുകൾ അച്ഛന്റെ പ്രാർത്ഥന കേട്ട് യേശു അതിനെ ഒരു ഗത്സമനി അനുഭവമാക്കി മാറ്റിയതാണെന്ന് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരു പറഞ്ഞു. 2012-2013 വർഷങ്ങളിൽ ഗില്ലാബാരെ രോഗമായി 9 മാസം 3 ആശുപത്രികളിലായി രോഗശയ്യയിലായിരുന്നു. ജെയിംസ് അച്ഛൻ ഒരു വർഷത്തിനു ശേഷം നിത്യത ദർശിച്ച നിമിഷങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ മുറിവുകളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അത് പഞ്ചക്ഷതങ്ങളല്ലെന്നും അദ്ദേഹം ഊന്നിപ്പറയുന്നുണ്ട്. എന്നാൽ അവ നേരിട്ട് കാണുന്നവർക്കെല്ലാം അറിയാം വിശുദ്ധർക്ക് കിട്ടിയിട്ടുള്ള പഞ്ചക്ഷതങ്ങളാണ് അവയെന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ എളിമയാണ് ഇത് പഞ്ചക്ഷതങ്ങളാണെന്ന് വിശേഷിപ്പിക്കുവാൻ അനുവദിക്കാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അച്ഛനെ കാണുമ്പോൾ മുതൽ ഈ മുറിവുകളും അവയുടെ അതിസ്വാഭാവികതയും കാണുന്നുണ്ട്. എന്റെയും യൂറോപ്പിൽ മറ്റനേകായിരങ്ങളുടെയും മാനസാന്തരത്തിനും പുതുജീവിതത്തിനും ഈ മുറിവുകൾ, പ്രത്യേകിച്ച് ദിവ്യബലി സമയത്തുണ്ടാകുന്നത് കാരണമായി എന്നെനിക്ക് പറയാനാകും. Of these wounds, especially of the wounds on his hands that bled during the Holy Mass. We have many handkerchiefs with blood stains which കുർബാന സമയത്ത് കൈ തുടയ്ക്കുന്ന പല കൈത്തൂവാലകളും ഞങ്ങളുടെ പക്കലുണ്ട്. അതിൽ പലതിലും കുരിശാകൃതിയിൽ രക്തക്കറകൾ പതിഞ്ഞിരിക്കുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. അതിലൊന്ന് ഞാനിപ്പോൾ പരസ്യപ്പെടുത്തട്ടെ. We may be able to find one of those handkerchiefs and depict it for the purposes of this documentary. When Father James had പരസ്യമായി ബലിയർപ്പിക്കുമ്പോഴെല്ലാം ഈ മുറിവുകൾ മറച്ചുവെക്കുവാൻ അച്ഛൻ പരമാവധി ശ്രമിച്ചിരുന്നു. മുറിവുകൾ പരസ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കാഞ്ഞതുകൊണ്ട് കുർബാന സമയത്ത് ഫോട്ടോകൾ എടുക്കുവാൻ അദ്ദേഹം ആരെയും അനുവദിച്ചിരുന്നില്ല. എങ്കിലും ആരും അറിയാതെ പലരും ഫോട്ടോകൾ എടുത്തിരുന്നു. ഫോട്ടോ ആരെങ്കിലും ദിവ്യബലി സമയത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അവ ക്യാമറയിൽ നിന്ന് മാറ്റണമെന്നും അത് ആരെയും കാണിക്കരുതെന്നും നിഷ്കർഷിച്ചിരുന്നു.
ധ്യാനത്തിൽ സംബന്ധിക്കുന്നവരെല്ലാം ഒരു പുതിയ പാദ്രെ പിയോയെയാണ് അച്ഛനിൽ കാണുന്നത്. വിശുദ്ധ യോഹന്നാൻ പൗലോസ് പാപ്പയും വിശുദ്ധ ജോൺ പോൾ പാപ്പയും കൂടിയുള്ള അച്ഛന്റെ ഫോട്ടോകൾ യൂറോപ്പിൽ പ്രചുര പ്രചാരത്തിലാണ്. ഈ പടം നിങ്ങൾക്കിപ്പോൾ കാണാം. Up to now, much has been written about Father James. 2006 ശേഷം ഈ മുറിവുകൾക്ക് പുറമെ വേറെ പല പ്രതിഭാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്റെ പരിശോധനയിൽ എനിക്കുണ്ടായിരുന്ന അറിവും ബോധ്യങ്ങളും ഹ്രസ്വമായിട്ടെങ്കിലും ഈ ഡോക്യുമെന്ററിയിൽ ഞാൻ പറയട്ടെ. തല മുതൽ പാദം വരെയുള്ള മുറിവുകളെപ്പറ്റി ഞാൻ വിശദീകരിച്ച് പഠിച്ചപ്പോൾ തിരുസഭയിലെ അംഗീകരിക്കപ്പെട്ട പഞ്ചക്ഷതധാരികളെ ഞാൻ ഓർത്തുപോയി. അവർ എല്ലാവരും തന്നെ ആ മുറിവുകളിലെ വേദനകൾ കൊണ്ട് പരസ്യ ശുശ്രൂഷകൾ നിർത്തി തങ്ങളുടെ മുറിയിലോ കിടക്കയിലോ വിശ്രമിച്ചുകൊണ്ട് തങ്ങളുടെ അടുക്കൽ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ പാദ്രെ പിയോ, വിശുദ്ധ അന്ന കത്രീന തുടങ്ങിയവർ ഉദാഹരണങ്ങളത്രേ. Anna Katharina Emmerich, for example, she was also a stigmatist, though not canonized. She was bound to bed by the pain. എന്നാൽ ജെയിംസ് അച്ഛൻ എത്ര വേദനയിലും വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ മുറിവുകളോ വേദനകളോ താൻ ഏറ്റെടുത്ത സുവിശേഷ പ്രഘോഷണങ്ങളെ പരിമിതപ്പെടുത്തുന്നില്ല. അത്യധികമായ വേദനകളുടെ നടുവിലും അതിതീവ്രതയോടെ ശക്തമായി വചനപ്രഘോഷണം നടത്തുന്നു. ആയിരങ്ങളും പതിനായിരങ്ങളും സംബന്ധിക്കുന്ന അദ്ദേഹത്തിന്റെ യൂറോപ്പിലെ സുവിശേഷ പ്രഘോഷണങ്ങൾ പ്രസിദ്ധമാണ്. ഞാനിവ പറയുമ്പോൾ ജെയിംസ് അച്ഛന് 74 വയസ്സ് പ്രായമുണ്ട്. അതിന്റെ സ്വാഭാവികമോ അതിസ്വാഭാവികമോ ആയ സഹനങ്ങൾ സഹിച്ചുകൊണ്ട് ഒരു വീൽചെയറിൽ ഇരുന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതും പ്രസംഗിക്കുന്നതും എന്ന് ഓർക്കണമേ. ഞാൻ ഈ ഡോക്യുമെന്ററി ഉണ്ടാക്കുന്നത് കോവിഡിന്റെ സമയത്താണ്. ജനക്കൂട്ടവും ധ്യാന പരിപാടികളും വിലക്കപ്പെട്ടിരിക്കുന്നു. പോളണ്ടിലും ഓസ്ട്രിയയിലും ഫ്രാൻസിലുമൊക്കെ വലിയ കൺവെൻഷനുകൾ ഏറ്റെടുത്തിരുന്നതാണ്. എന്നാൽ അതിർത്തികൾ കെട്ടിയടച്ചതിനാൽ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞിരുന്നില്ല. We can't travel because the frontiers are closed, so we can't go and give that retreat. Father James isn't able to do so due to exterior restrictions. Pain and sickness have never been വേദനയോ ക്ഷീണമോ വചനം പ്രഘോഷിക്കുവാൻ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നില്ല. തലയിലെ മുറിപ്പാടുകൾ ശനിയാഴ്ച രാത്രി വരെ അച്ഛനെ വേദനിപ്പിക്കുകയും അസ്വസ്ഥനാക്കുകയും ചെയ്യുന്നുണ്ട്. തലയോട്ടിയിൽ അതികഠിനമായ വേദനയും ചൊറിച്ചിലും ഉണ്ടാകാറുണ്ട്. They bleed exclusively during the Mass time on Friday, especially during the time of Lent and Easter. These wounds will disappear അച്ഛന്റെ ഹാർട്ടിനോ മറ്റേതെങ്കിലും അവയവങ്ങൾക്കോ മെഡിക്കൽ പരിശോധന നടത്തുമ്പോഴും തിരുസഭയിലെയോ ലോകത്തിലെയോ പ്രശ്നങ്ങൾക്ക് വേണ്ടിയോ സമർപ്പിച്ച് ആഴമായി പ്രാർത്ഥിക്കുമ്പോഴും ഈ മുറിവുകൾ തുറന്ന് രക്തമൊലിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച കുർബാന സമയത്തും നോമ്പിലെ മറ്റു ദിവസങ്ങളിലും തലയിലെ മുറിവുകളിൽ കൂടി രക്തമൊലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. And the depth and magnitude of his wounds may intensify during these times. Rarely may these wounds leave dry scabs behind. I have seen these wounds literally appear തിരുസഭയിലെയും ലോകത്തിലെയും ആധ്യാത്മിക പ്രശ്നങ്ങൾ അച്ഛന്റെ ഹൃദയത്തെ ഏറെ വ്രണപ്പെടുത്തുന്നുണ്ട് എന്നത് ഏറെ സത്യമാണ്. അച്ഛന്റെ ശരീരത്തിലെ മാംസപേശികൾ കൊച്ചുകുട്ടികളുടേതെന്ന പോലെ മൃദുവാണ്. ആരെങ്കിലും തൊടുന്നത് പോലും വേദനാജനകമാണ്. ബലഹീനവും മൃദുലവുമായ ആ കൈകൾ കൊണ്ട് അനേകരുടെ ശിരസിൽ അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിക്കുമത്രേ. 2014 ജെയിംസ് അച്ഛന്റെ നാവിന്റെ ഒരു ഭാഗം ക്യാൻസർ പരിശോധനയ്ക്കായി മുറിക്കപ്പെട്ടതാണ്. കാരണം നാവിൽ ക്യാൻസർ സെല്ലുകൾ ഉള്ളതാണെന്ന് ഡോക്ടർമാർ കണ്ടുപിടിച്ചു. ആ സമയങ്ങളിൽ തിന്നാനും കുടിക്കാനും കഴിയാതെ അദ്ദേഹം ഏറെ വേദനിക്കുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്. നിരന്തരമായും ഏറെ ഉച്ചത്തിലും ഉച്ചഭാഷണിയിലൂടെ ശക്തമായി പ്രസംഗിക്കുന്നതുകൊണ്ട് ചെവിക്ക് കേൾവിക്കുറവാണ്. ശക്തമായ പ്രസംഗങ്ങളുടെയും
ഗാനാലാപനങ്ങളുടെയും തരംഗങ്ങൾ ചെവിയിൽ തട്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴെല്ലാം കേൾക്കാൻ പ്രയാസം വരുന്നുണ്ട്. പ്രഗത്ഭരായ സ്പെഷ്യലിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ തൊണ്ടയും ഗളനാളവും പരിശോധന വിധേയമാക്കിയിട്ടുണ്ട്. അവരുടെ നിഗമനത്തിൽ അച്ഛൻ സംസാരിക്കുന്നത് തന്നെ അത്ഭുതമാണ്. കാരണം എല്ലാ പേശികളും ദുർബലമാണ്. അവർ എനിക്ക് എഴുതി തന്നത് ഞാൻ വായിക്കട്ടെ. ഞങ്ങളുടെ പരിശോധനയിൽ ജെയിംസ് അച്ഛന്റെ ഗളനാളങ്ങൾക്ക് സംസാരിക്കാൻ ശേഷിയില്ല. അദ്ദേഹം സംസാരിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്ഭുതം തന്നെ. 9 മാസം വെന്റിലേറ്ററിൽ കിടന്നപ്പോഴുണ്ടായ തൊണ്ടയിലെ മുറിവ്, അതിന്റെ മുറിപ്പാടുകളും ചതവുകളും ഗളനാളങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പല മരുന്നുകളുടെയും പാർശ്വഫലങ്ങളും ശരീരത്തു നിന്നുള്ള രക്തമൊലിക്കലും അദ്ദേഹത്തിന്റെ തൈറോയിഡ് ഗ്രന്ഥികളെ വളരെ ബലഹീനമാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെ തളർത്തുകയും ക്ഷീണിതനാക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതകാലം മുഴുവനും തൈറോയിഡിനുള്ള ചികിത്സകൾ ചെയ്തേ മതിയാവൂ. GBS വന്നതിന്റെ ഫലമായി ശരീരത്തിലും ഞരമ്പിനും ഏറെ ബലഹീനതയും വേദനയുമുണ്ട്. ശരീരത്തിലെ ഓരോ മസിലുകളും ബലഹീനമാണ്. ബലഹീനമായ മസിലുകൾക്ക് മാംസത്തെയും എല്ലുകളെയും ശക്തമായി പിടിച്ചു നിർത്താനാവുന്നില്ല. ഏറെ നാൾ ആശുപത്രി ശയ്യയിൽ കിടന്നിരുന്നതിനാൽ നട്ടെല്ലും കൈകാലുകളിലെ അസ്ഥികളും വളരെ ബലഹീനമാണ്. ശരീരത്തിന്റെ അഗ്രഭാഗങ്ങൾക്ക് വളവുകളുണ്ട്. കൈ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ ഏറെ ബുദ്ധിമുട്ടും വേദനയും അനുഭവപ്പെടുന്നു. അച്ഛന്റെ കൈവിരലുകൾ മൃദുവായിരിക്കുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം കത്തുകൾ എഴുതുന്നത് പോലും. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ തട്ടിക്കൊണ്ടുപോകലിൽ വലത് കൈയിലെ എല്ലുകൾ പല കഷണങ്ങളായി പൊട്ടിയതിനാൽ ഇപ്പോൾ ഒരു കമ്പിക്കഷ്ണം കൈത്തണ്ടയിലിട്ടിട്ടുണ്ട്. അതിനാൽ വലത് കൈക്ക് ഏറെ ബലഹീനതയും വേദനയുമുണ്ട്. വടികുത്തി നടക്കുവാനും ഏറെ പ്രയാസമുണ്ട്. അച്ഛന്റെ ഹാർട്ടിനും കരളിനും വൃക്കകൾക്കും ഏറെ രോഗങ്ങളും ബലഹീനതകളും ഉണ്ട്. ചിലപ്പോൾ ഹാർട്ടിന്റെ നാഡിമിടിപ്പ് 205 ആകാറുണ്ട്. എപ്പോഴാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ഹൃദയാഘാതം സംഭവിക്കാം. കരളിന് ഏറെ വീക്കമുണ്ട്. ഒരു മോണിറ്ററും ഓക്സിജൻ ബോക്സും ഉണ്ട്. കോർട്ടിസോൺ ചികിത്സയുടെ പാർശ്വഫലമായി അദ്ദേഹം ഒരു പ്രമേഹ രോഗിയുമാണ്. രക്തം കട്ടിയാകാതിരിക്കുവാനുള്ള മരുന്നുകൾ എടുക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരു സ്ട്രോക്ക് വരുവാൻ സാധ്യതയുണ്ട്. എഴുന്നേൽക്കുവാനും പിടിച്ചിരിക്കുവാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. വീഴാനും ഇടയുണ്ട്. ദിവസം 16 മണിക്കൂറോളം വീൽചെയറിൽ തന്നെ ഇരുന്നാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അച്ഛന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നിശ്ചയമായും വേദനിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആഹാരപഥ്യം എടുക്കുന്നുണ്ട്. സ്വാദുള്ളതും ഇഷ്ടമുള്ളതുമായ പല ആഹാരങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു. പകൽ എന്നതിനേക്കാൾ ഏറെ വേദന രാത്രിയിലാണ്. അതിനെ ന്യൂറോപ്പതിക് വേദന എന്ന് പറയും. ജീവനോടെ തീയിൽ പൊള്ളുന്ന അനുഭവമെന്നോ ഏതെങ്കിലും യന്ത്രങ്ങൾ കൊണ്ട് മാംസപേശികൾ പറിച്ചെടുക്കുന്ന അനുഭവമെന്നോ ന്യൂറോപ്പതിക് വേദനയെ വിശദീകരിക്കാം. അദ്ദേഹത്തിന്റെ തട്ടിക്കൊണ്ടുപോകലിൽ ഒരടിയുടെ ഫലമായി വലത് കാൽമുട്ടിന് താഴെ വീർത്തുകിടക്കുന്ന ഒരു മസിൽ ഹെർണിയ ഉണ്ട്. പലതവണയും വീണതിന്റെയും പരിക്കേറ്റതിന്റെയും മൂലമുള്ള പല മുറിപ്പാടുകളും അദ്ദേഹത്തിന്റെ ശരീരത്തുണ്ട്. പ്രാർത്ഥനാ സമയത്തും ദിവ്യബലി സമയത്തും കൈകാലുകളിൽ ഉണ്ടാകുന്ന മുറിവുകൾക്ക് 3 മുതൽ 4 വരെ സെന്റിമീറ്റർ നീളവും ആഴവും ഉണ്ട്. ചങ്കിലെ മുറിവാണ് ഏറ്റവും വലുത്. വളരെ ആഴമുള്ളതിനാലും ഏറെ വേദനാജനകവുമാകിയാൽ അതിന്റെ കൃത്യമായ അളവ് ഒരു ഡോക്ടർമാരും എടുത്തിട്ടില്ല. These wounds bleed profusely in the same pattern that the wounds reported above. Father James has 2 further wounds. കാൽപ്പത്തിയിലെ 2 മുറിവുകളും കൈകളിലെ 2 മുറിവുകളും എല്ലാവർക്കും കാണാവുന്നവയാണ്. ഇടയ്ക്കിടയ്ക്ക് അവയിലൂടെ രക്തമൊഴുകാറുമുണ്ട്. ഒരു സോക്സോ ഷൂസോ ധരിക്കുവാൻ
അദ്ദേഹത്തിന് സാധ്യമല്ല. അതിനാൽ ഫിസിയോതെറാപ്പി നടത്തുവാൻ ഏറെ ബുദ്ധിമുട്ടാണ്. എങ്കിലും അദ്ദേഹത്തെ കഴിവതും ആരോഗ്യവാനാക്കി പ്രസംഗിപ്പിക്കുവാൻ പല പുനരധിവാസ പ്രക്രിയകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. Which also has a negative effect on the present rehabilitation that we're trying to do together with Father James in order that he may stay healthy and strong to be able to give further retreats. Summarizing, Father James ഗില്ലൻബാരെ എന്ന രോഗം മൂലം വന്ന മസിൽ ശോഷിപ്പും അസ്ഥിവൈകല്യങ്ങളും അരയ്ക്ക് കീഴ്പോട്ട് വളരെ അസഹനീയമായ വേദനകളും പുകച്ചിലും പീഡനങ്ങളും നൽകുന്നുണ്ട്. കൂടെയുള്ള ഹാർട്ടിന്റെ ക്രമരഹിതമായ ഇടിപ്പുകളും നെഞ്ചുവേദനയും നെഞ്ചരിച്ചിലും കഠിനമായ ക്ഷീണവും വരുത്തിവെക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് ഒരു ഹൃദയാഘാതം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ആഴ്ചതോറും മുറിവുണ്ടാകുന്നതും രക്തമൊഴുകുന്നതും ശരീരത്തെ ഏറെ തളർത്തുന്നുണ്ട്. ഈ കാരണങ്ങളാൽ ജെയിംസ് അച്ഛന് ഉറക്കം വളരെ കുറവാണ്. ദിവസേന 1-2 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ. ഒരു 4 മണിക്കൂർ ഉറങ്ങിയാൽ അത് വലിയ ഉറക്കമാണെന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട്. പരസ്യ ശുശ്രൂഷകളിലും വീഡിയോകളിലും ആര് കണ്ടാലും ഈ അച്ഛൻ ഇത്രമാത്രം സഹിക്കുന്നവനാണെന്ന് ആർക്കും മനസ്സിലാവുകയില്ല. മുഖത്ത് പ്രസരിപ്പിക്കുന്ന പ്രകാശവും പുഞ്ചിരിയും പ്രസരിപ്പുമാണ് ഇതിന് കാരണം. അവ കണിശമായും പരിശുദ്ധാത്മാവിൻ്റേത് തന്നെ. അച്ഛൻ ഒരു രോഗിയാണെന്ന് പലരും വിശ്വസിക്കുന്നില്ല. ആത്മാവിന്റെയും മനസ്സിന്റെയും ഉന്മേഷത്തിനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും കാരണം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം തന്നെ. 4-5 മണിക്കൂറുകൾ വേദനാജനകമായ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് പോലും. കാറിലും ബസ്സിലും വിമാനത്തിലുമുള്ള യാത്രകളും ഏറെയാണ്. കഴിവതും മറ്റുള്ളവരെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അദ്ദേഹം പരമാവധി പരിശ്രമിക്കുന്നു. ഈ അടുത്തയിടയിലും 14 മണിക്കൂർ വിമാനയാത്ര ചെയ്ത് സീഷെൽസിൽ പ്രസംഗിക്കുവാൻ പോയി. ആരോഗ്യവാനും ചെറുപ്പക്കാരനുമായ എനിക്ക് പോലും അത് വിഷമമായിരുന്നു. പ്രസംഗിക്കുന്ന ജെയിംസ് അച്ഛന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. വേദനകൾ ഒരിക്കലും അദ്ദേഹത്തെ മടുപ്പിക്കുന്നുമില്ല. അവധിയെടുത്ത് ഇരുന്നും കിടന്നും വിശ്രമിച്ചാൽ ഏറെ കുറയുമെന്ന് ഞങ്ങൾ ഡോക്ടർമാർക്കറിയാം. എന്നാൽ സുവിശേഷത്തിനായി സഹനങ്ങൾ ഏറ്റെടുക്കുവാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. പ്രാർത്ഥനയും ദിവ്യബലിയും വചനം പ്രഘോഷിക്കുവാനുമുള്ള തീവ്രമായ ആഗ്രഹമാണ് ഈ അച്ഛനെ ശക്തനും ധീരനും തീക്ഷ്ണവാനുമാക്കുന്നത്. ഒരു മൈക്രോഫോൺ മുമ്പിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വേദനകളും ക്ഷീണവും പമ്പ കടക്കും. രാത്രിയിലെ വേദനകളിൽ ഒരു മൈക്രോഫോൺ കയ്യിൽ കൊടുത്ത് വേദന മാറ്റിയാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എല്ലാ രാത്രിയിലും ഈശോയെയും മാതാവിനെയും വിളിച്ചു കരയുന്നത് ചുറ്റുമുള്ളവർ കേൾക്കാറുണ്ട്. ഗളനാളങ്ങൾ ചികിത്സ ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ താറുമാറായെങ്കിലും സ്ഫുടമായും ഉച്ചത്തിലും സംസാരിക്കാനും പ്രസംഗിക്കുവാനും പാടാനും കഴിയുന്നു എന്നത് ഏവരെയും വിസ്മയിപ്പിക്കുന്നു. ജെയിംസ് അച്ഛന്റെ ശരീരത്തിലെ മുറിവുകളും രക്തമൊലിക്കലും റോമൻ കത്തോലിക്ക കലണ്ടറിലെ ആരാധനക്രമപ്രകാരം വരികയും പോവുകയും കൂടുകയും കുറയുകയും ചെയ്യുന്നതും ചില പ്രത്യേക തിരുനാൾ ദിവസങ്ങളിൽ കൂടുതൽ രക്തമൊലിക്കുന്നതും ഏവരെയും അത്ഭുതപ്പെടുത്തും. തിരുസഭയിലെയോ ലോകത്തിലെയോ ദുരന്തങ്ങൾക്കനുസരിച്ചും ഈ പ്രതിഭാസങ്ങൾ വ്യത്യസ്തമാകും. ജെയിംസ് അച്ഛന്റെ സ്ഥിരമായ 5 മുറിവുകളും മേൽപ്പറഞ്ഞതുപോലെ പല അവസരങ്ങളിലും വ്യത്യസ്തമായി പ്രത്യക്ഷപ്പെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു. ഇത്രയധികം രക്തം ശരീരത്തിൽ നിന്ന് വാർന്നു പോകുന്നുണ്ടെങ്കിലും രക്തപരിശോധനകളിൽ രക്തത്തിന്റെ മൂല്യങ്ങൾക്ക് ഒരു കുറവുമില്ല. വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച ഉച്ചവരെ 250 മില്ലിഗ്രാം രക്തം പോകും. മാസാദ്യ വെള്ളിയാഴ്ചയും മറ്റു പ്രധാന തിരുനാളിലും നോമ്പുകാലത്തും അതിലധികവും. 40-ാം വെള്ളിയാഴ്ചകളിലും ദുഃഖവെള്ളിയാഴ്ചകളിലും 1-2 ലിറ്റർ വരെ രക്തം വാർന്നു പോകാറുണ്ട്. രക്തം ഒഴുകുന്നതിന് മുമ്പും ശേഷവും ഞാൻ തന്നെ രക്തം പരീക്ഷണ വിധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ പരിശോധനയിൽ രക്തം പോയതായി സൂചനയില്ല. രക്തത്തിലെ ഹീമോഗ്ലോബിന് യാതൊരു മാറ്റവുമില്ല എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നു. രക്തം ഒഴുകുമ്പോഴും പിന്നീടും മുറിവുകളിൽ നിന്ന് അത്യപൂർവമായ ഒരു സുഗന്ധം വമിക്കുന്നത് മറ്റുള്ളവർ അനുഭവിക്കാറുണ്ട്. റോസിന്റെയോ മുല്ലയുടെയോ കുന്തിരിക്കത്തിന്റെയോ ഒക്കെ പോലെയുള്ള മണം. വെള്ളിയാഴ്ചകളിൽ അച്ഛന്റെ മുറിയിൽ എപ്പോഴും ഈ ഗന്ധമുണ്ട്. ഞാൻ മുറിവുകൾ പരിശോധിക്കുമ്പോൾ മണം കൂടിക്കൊണ്ടിരിക്കും. അച്ഛനോടടുക്കുന്നവർക്കെല്ലാം ഇത് അനുഭവവേദ്യമാകും. മേൽപ്പറഞ്ഞ അനുഭവങ്ങളിലൂടെ ഈ മുറിവുകൾ അസാധാരണവും അലൗകികവും അതിസ്വാഭാവികവും മിസ്റ്റിക്കലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. In conclusion, we can assert that the sufferings of Father James are of natural, mystical,
or supernatural origin. And they remind us to the passion. ഇത് യേശുവിന്റെ പീഡാനുഭവം തന്നെ. My personal എന്റെ വ്യക്തിപരമായ അനുഭവവും സത്യമായ സാക്ഷ്യപ്പെടുത്തലും ഇതാണ്. and this is to യേശുവിന്റെ മുറിവുകളാണ് ജെയിംസ് അച്ഛന്റെ ശരീരത്തിലെ മുറിവുകൾ. ഈ മുറിവുകൾ അവന്റേതല്ല, യേശുവിൻ്റേതാണ്. ഇത് അത്ഭുതാവഹം തന്നെ. അച്ഛനെ ഒരു വിശുദ്ധനെന്ന് വിളിക്കുവാൻ ഞാൻ ആളല്ല. എന്നാൽ വിശുദ്ധരുടെ എല്ലാ അടയാളങ്ങളും ഗുണവിശേഷങ്ങളും ഞാൻ അച്ഛനിൽ കാണുന്നു. The wounds don't belong to him. They belong to Jesus Christ the Lord, the second person of the Holy Trinity. Now, I would like to എന്റെ അമ്മയ്ക്ക് ഇതേപ്പറ്റി കൂടുതൽ പറയുവാനുണ്ട്. ഞാൻ എന്റെ അമ്മയെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തട്ടെ. 2000 ആണ്ട് മുതൽ ജെയിംസ് അച്ഛന്റെ കൂടെ ഏറ്റവും അടുപ്പവും സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുകാരിയുമാണ് എന്റെ അമ്മ. Hello. Hello. I may introduce you to our public. It's my joy, my privilege to introduce my mother, Gabi Landauro, to you. For those who do not know her, she has been accompanying Father James since the year 2000. She has worked as a secretary. ഗാബി എന്റെ സെക്രട്ടറിയും തോഴിയും നേഴ്സും വേലക്കാരിയും പെങ്ങളും മകളും അമ്മയുമാണെന്ന് അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ 20 വർഷങ്ങളായി എന്റെ അമ്മ ജെയിംസ് അച്ഛന് എല്ലാ സഹായങ്ങളും നൽകി സുവിശേഷ വേലയിൽ പങ്കുകൊള്ളുന്നു. Exactly. I know him now 20 years. For 20 years. Yeah. So, would you please describe to us the experiences you and the family had between the 15th and the 18th of March of the year 2018? That year was the Passion Week those days. ഞാൻ ജെയിംസ് അച്ഛനെ കഴിഞ്ഞ 20 വർഷങ്ങളായി അടുത്തറിയുന്നു. 2018 മാർച്ച് 15 മുതൽ 18 വരെ അച്ഛൻ്റെ ശരീരത്തുണ്ടായ അനുഭവങ്ങൾ ഞാൻ വിവരിക്കട്ടെ. അന്ന് പീഡാനുഭവ ആഴ്ചയായിരുന്നു. 15, 16 തീയതികളിൽ രാത്രികളിൽ അച്ഛൻ ഈശോ ഈശോ എന്ന് വിളിച്ച് പല പ്രാവശ്യം നിലവിളിച്ച് കരഞ്ഞു. പല സ്വപ്നങ്ങളും കണ്ടതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് നല്ല വേദനയാണ്, സാരമില്ല, നിങ്ങൾ ഉറങ്ങിക്കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു. വേദന കുറയാൻ ഗുളികയോ തുള്ളികളോ വേണമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പതിവ് പോലെ പറഞ്ഞു. വേദന മാറ്റാനുള്ള യാതൊരു മരുന്നും അദ്ദേഹം എടുക്കാറില്ല. പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലികൾക്കായി പോന്നു. അച്ഛൻ്റെ കാലിലെ നീരും വേദനയും കണ്ട് എൻ്റെ മരുമകൾ ജനീൻ അച്ഛൻ്റെ കാലുകൾ ഒരു ബക്കറ്റിലെ ചൂടുവെള്ളത്തിൽ ഇറക്കിയപ്പോൾ 2 കണങ്കാലിലും കയർ കെട്ടി വലിച്ചതുപോലുള്ള പാടുകൾ കണ്ടു. അവ വളരെ ചുവന്നു തടിച്ചിരുന്നു. ഞാൻ ജോലി സ്ഥലത്തു നിന്ന് തിരിച്ചെത്തിയപ്പോൾ അവ എന്നെ കാണിച്ചു. അച്ഛൻ്റെ 2 കൈത്തണ്ടകളിലും ഇതേ പാടുകൾ ഉണ്ടായിരുന്നു. അച്ഛൻ കണ്ട സ്വപ്നം എന്നോടും പങ്കുവച്ചു. യേശുവിനെ കറുത്ത കയറുകൾ കൊണ്ട് ഒരു തടിക്കുരിശിൽ കൈകാലുകൾ കെട്ടിയിരിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. അവന്റെ ശരീരം കറുത്ത് കരിവാളിച്ചിരുന്നു. യേശു കയറിൽ കിടന്നുകൊണ്ട് വാവിട്ട് നിലവിളിക്കുന്നത് ഞാൻ കണ്ടു. തലയിൽ മുൾമുടിയും തോളിൽ വേറൊരു കറുത്ത ലോഹനിർമ്മിതമെന്ന് തോന്നിക്കുന്ന കുരിശുമുണ്ടായിരുന്നു. അതിന് ഏറെ ഭാരമുള്ളതായി തോന്നപ്പെട്ടു. എഴുന്നേറ്റ് ചെന്ന് കയർ മുറിച്ചു കളഞ്ഞാലോ എന്ന് ഞാൻ ഓർത്തുപോയി. എന്നാൽ കട്ടിലിൽ നിന്ന് സ്വയം എഴുന്നേൽക്കുവാൻ അന്ന് എനിക്ക് സാധ്യമായിരുന്നില്ല. എൻ്റെ ശരീരം തളർന്നു പോയിരുന്നല്ലോ. ഈ സമയത്താണ് ഉച്ചത്തിൽ ഞാൻ യേശുവിനെ വിളിച്ച് കരഞ്ഞതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. തിരുസഭയിലെ വൈദികർക്കും മെത്രാന്മാർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ അനുഭവം അദ്ദേഹത്തിനുണ്ടായത്. അവരുടെ പാപങ്ങളും അതിക്രമങ്ങളും ഒരു വെള്ളക്കടലാസിലെന്ന പോലെ അദ്ദേഹത്തിന് കാണപ്പെട്ടിരുന്നപ്പോഴുണ്ടായ ഹൃദയവേദനയും എന്നോട് പങ്കുവച്ചു. ആ സമയത്താണ്
കണങ്കാലിലും കൈത്തണ്ടയിലും തോളിലും ക്ഷതങ്ങളുണ്ടായത്. തിരുസഭാ നേതൃത്വത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. And we thought, okay, that it was finished. So it was on the 17th, it was Richie's birthday. 17-ാം തീയതി ഡോക്ടർ റിച്ചിയുടെ ജന്മദിനമായിരുന്നു. നോമ്പായിരുന്നതിനാൽ ഞങ്ങൾ ആഘോഷിച്ചില്ല. Like we say, Quaresma, Lent. And we went to sleep. And in the middle of the night, I got a... അന്ന് ജെയിംസ് അച്ഛൻ്റെ മുറിയിൽ നിന്ന് റോസാപ്പൂവിൻ്റെയും കുന്തിരിക്കത്തിൻ്റെയും അതിശക്തമായ ഗന്ധം എൻ്റെ മൂക്കിൽ തുളച്ചു കയറി. Incense. It was in my nose and practically asphyxiated me. And I woke ഞാൻ ഉറക്കം തെളിഞ്ഞ് അച്ഛൻ്റെ കട്ടിലിൻ്റെ അരികെ ചെന്നപ്പോൾ ഈശോയെയും മാതാവിനെയും വിളിച്ച് ഉറക്കെ കരയുകയായിരുന്നു. ഗാബി, എല്ലാം കഴിഞ്ഞു, എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ പറയരുതെന്ന് ഞാൻ അച്ഛനെ നിർദ്ദേശിച്ചു. പിറ്റേന്ന് രാവിലെ ഡോക്ടർ റിച്ചിയോട് അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു. Yeah, I recall very well. He called me on the 18th of March. It was a Sunday. മാർച്ച് 18-ന് ഓശാന ഞായറാഴ്ച രാവിലെ 6-നും 7-നും ഇടയ്ക്ക് ഞാനും എൻ്റെ ഭാര്യയും മക്കളും അച്ഛൻ്റെ കരച്ചിൽ കേട്ടു. ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് അധിക വേദനയിൽ കിടന്ന് പുളയുന്നത് ഞാൻ കണ്ടു. സത്യമായും അതിഭയങ്കരവും അവർണ്ണനീയവും അസഹനീയവുമായ വേദന അനുഭവിക്കുന്ന അച്ഛനെയാണ് ഞാൻ കണ്ടത്. എന്താണ് കാര്യമെന്ന് ഞാൻ ആരാഞ്ഞപ്പോൾ എൻ്റെ തോൾ എന്ന് പറഞ്ഞ് തോൾ കാണിച്ച് കരയുവാൻ തുടങ്ങി. ഞാൻ ഓർത്തു വല്ല ഹൃദയാഘാതവും ഉണ്ടാവുകയാണെന്ന്. വലത്തെ തോളിലാണ് വേദന എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയമായി. കാരണം ഹൃദയാഘാതത്തിന്റെ വേദന ഇടതുവശത്താണ് അനുഭവപ്പെടേണ്ടത്. അച്ഛനിട്ടിരുന്ന ടീഷർട്ട് എടുത്തു മാറ്റിയപ്പോൾ വലത് തോളിന്റെ നെഞ്ചിന് മുകളിൽ മുതൽ പുറത്തിന്റെ പകുതി വരെ ഒരു വലിയ മുറിവാണ് ഞാൻ കണ്ടത്. തീപ്പൊള്ളലേറ്റ തൊലി പോലെ അത് കാണപ്പെട്ടു. സത്യം പറയട്ടെ, ആരോ അദ്ദേഹത്തിന്റെ തോളും പുറവും തീയിട്ട് വേവിക്കുന്നത് പോലെ എനിക്ക് കാണപ്പെട്ടു. ഞാൻ തൊട്ടുനോക്കിയപ്പോൾ ചൂടും തണുപ്പും എനിക്ക് മാറി മാറി അനുഭവപ്പെട്ടു. മുറിവുകളിൽ എണ്ണ തിളയ്ക്കുന്നത് പോലുള്ള കുമിള പോലെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ആ കുമിളകൾ പൊട്ടി തൊലി മുറിഞ്ഞ് താഴെ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ മുതൽ തോളിന്റെ മുമ്പിലും പിമ്പിലും വലിയ മുറിവ് പ്രത്യക്ഷപ്പെട്ടു. But the bubbles were rising in front of me, and those bubbles then developed further into excoriations, and the skin fell off, leaving a huge open area from here to his right back. To this present point in time, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഒരു ഡോക്ടറായ എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം പുറമേ നിന്ന് ഒരു കാരണവും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. തളർന്നിരിക്കുന്ന അച്ഛൻ ഒറ്റയ്ക്ക് തൻ്റെ മുറിയിൽ രോഗശയ്യയിൽ അവശനായി കിടക്കുകയായിരുന്നു. ഈ പീഡാനുഭവ വാരം അച്ഛന് വളരെ പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായ ആഴ്ചയായിരുന്നു. പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും അദ്ദേഹം വളരെയേറെ സഹിച്ചുവെന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയും. ദുഃഖ വെള്ളിയാഴ്ച സംഭവിച്ചത് ഞാൻ വിവരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും അടിപ്പാടുകൾ കാണാമായിരുന്നു. ആരോ ചാട്ട കൊണ്ട് അടിച്ചതോ പൂച്ചയോ മറ്റു ജന്തുക്കളോ മാന്തിപ്പറിച്ചതുപോലെയായിരുന്നു അവ. പുറത്ത് കൈയെത്തുവാൻ കഴിയാത്ത സ്ഥലത്തായിരുന്നു വലിയ മുറിപ്പാടുകൾ. അക്കാലത്ത് അച്ഛന് സ്വന്തം കൈകൊണ്ട് ആഹാരം കഴിക്കുവാനോ കൈകൊണ്ട് പുറം ചൊറിയുവാനോ സാധ്യമല്ലായിരുന്നു. ഇതിപ്പോൾ നിങ്ങളോട് പറയുവാൻ എനിക്ക് എളുപ്പമുണ്ട്, എന്നാൽ കണ്ടു നിൽക്കുവാൻ പ്രയാസമായിരുന്നു. എൻ്റെ വീട്ടിലെ എല്ലാവരും പൊട്ടിക്കരഞ്ഞു. എങ്കിൽ ഇവ അനുഭവിച്ച അച്ഛൻ്റെ വേദന എത്ര ഭയാനകമായിരുന്നിരിക്കാം. അന്നു മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും മറ്റു പ്രത്യേക അവസരങ്ങളിലും ഈ വേദനാനുഭവങ്ങൾ അച്ഛനുണ്ട്.
പീഡാനുഭവ ആഴ്ചയിലും വിശുദ്ധവാരത്തിലും ഇത് വളരെ ആഴത്തിലാണ്. ഏശയ്യാ പ്രവാചകൻ 52-53 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യേശുവിനെ പറ്റിയുള്ള പീഡകൾ ഞാൻ നേരിട്ട് കണ്ടു. ഈ സംഭവത്തിന് ശേഷം മെൽ ഗിബ്സൺ നിർമ്മിച്ച പാഷൻ ഫിലിം കാണൽ ഞങ്ങൾ നിർത്തി. കാരണം അത് കാണുമ്പോൾ ജെയിംസ് അച്ഛന്റെ വേദനകളാണ് ഞങ്ങളുടെ മനസ്സിൽ വരിക. ഏശയ്യാ 52:14 പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണല്ലോ: അവനെ കണ്ടവർ അമ്പരന്നു പോയി, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു, അവന്റെ രൂപം മനുഷ്യന്റേതല്ല. ജെയിംസ് അച്ഛന്റെ ശരീരത്തിൽ നിങ്ങൾ ഒരുപക്ഷെ പല തവണയും ഈ മുറിവുകൾ കണ്ടേക്കാം. എന്നാൽ എനിക്കത് കാണണ്ട. അതിനുള്ള കരുത്ത് എനിക്കില്ല. ഈ വേദനകൾ കണ്ടു നിൽക്കാനാവാത്ത അസഹനീയമായ വേദനകളാണ്. ഈ മുറിവുകളും വേദനകളും നേരിട്ട് കാണുന്നവർക്കേ അതിന്റെ കഠോരത മനസ്സിലാക്കാനാവുകയുള്ളൂ. ആ വേദന അവിടെ തീർന്നില്ല. ആ ദൈവാനുഭവത്തിലൂടെയുണ്ടായ വേദന പിന്നീട് കഴുത്തിലും വലതുവശത്തെ കൈയിലും ശക്തമായി അനുഭവപ്പെട്ടു. പിടലി തിരിക്കുവാൻ പ്രയാസമായിരുന്നു. ഞങ്ങൾ അച്ഛനെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ചുമട്ട് തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണിതെന്ന് പറഞ്ഞു. നട്ടെല്ലിലെ C5, C6 കശേരുക്കൾ ഞെരുങ്ങിപ്പോയിരുന്നു. ഓസ്ട്രിയയിലെ ഡോക്ടർമാർ കഴുത്തിനു ചുറ്റും ഒരു കമ്പി ഇടുവാൻ തീരുമാനിച്ചു. കാരണം കഴുത്തിനു ചുറ്റും അടപോലെ ചതവും നീരും ഉണ്ടായിരുന്നു. അമേരിക്കയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തണമെന്ന് അദ്ദേഹത്തിന്റെ സുപ്പീരിയർ ജനറലായ എബ്രഹാം വെട്ടുവേലിൽ നിർദ്ദേശിച്ചു. എന്നാൽ ഒരു വിസ എളുപ്പത്തിൽ കിട്ടുക പ്രയാസമായിരുന്നു. അവസാനം സ്പെയിനിൽ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ടുമുട്ടി കഴുത്തിലെ ചതഞ്ഞരഞ്ഞ 2 കശേരുക്കൾ എടുത്തുമാറ്റി. പകരം ടൈറ്റാനിയം കൊണ്ടുള്ള കൃത്രിമ കശേരുക്കൾ വെച്ചുപിടിപ്പിച്ചു. ഓപ്പറേഷന് ശേഷം അച്ഛൻ വിശ്രമിക്കേണ്ടവനായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന 10,000 സംബന്ധിക്കുന്ന ഏകദിന വചന ശുശ്രൂഷയ്ക്കായി പോളണ്ടിലേക്ക് പറന്നു. പ്രാർത്ഥിച്ചു നിശ്ചയിച്ചുറപ്പിക്കുന്ന ഒരു ധ്യാന പരിപാടികളും ജെയിംസ് അച്ഛൻ റദ്ദാക്കുകയില്ല. ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ടും അതും നട്ടെല്ലിന്റെ 2 ഭാഗം മുറിച്ചു നീക്കിയതുകൊണ്ടും അനസ്തേഷ്യയുടെ പാർശ്വഫലം കൊണ്ടും അച്ഛന്റെ നാഡിയിടിപ്പ് ക്രമരഹിതമാകാൻ തുടങ്ങി. നാഡിയിടിപ്പ് ക്രമമാക്കാതെ വിമാനയാത്ര സുരക്ഷിതമല്ലെന്നറിഞ്ഞ് ഞാൻ ഒരു പ്രത്യേക മരുന്ന് കൊടുത്ത് 3 സെക്കൻഡോളം ഹാർട്ടിന്റെ പ്രവർത്തനം നിർത്തി. പിന്നീട് സാവധാനം പ്രവർത്തനനിരതമായി. അദ്ദേഹത്തിന്റെ ക്ഷീണവും വിഷമവും കണ്ടുകൊണ്ട് 2-3 ദിവസം പൂർണ്ണ വിശ്രമം എടുക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചുവെങ്കിലും എനിക്ക് പോകണം, പ്രസംഗിക്കണം എന്ന് ശാഠ്യം പിടിച്ചു. You should go and take rest now, because your heart will not be able to beat normally and regularly for the next 2 or 3 days. മരിക്കേണ്ടി വന്നാലും യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു കത്തോലിക്ക പുരോഹിതന്റെ സന്മനസ്സും ധീരതയും കണ്ട് ഞാൻ ഉള്ളിൽ സന്തോഷിച്ചു. ഞാൻ മഞ്ഞാക്കലച്ചനെ ഏറെ സ്നേഹിക്കുന്നതിനും ആദരിക്കുന്നതിനും കാരണം അദ്ദേഹത്തിന്റെ വചനപ്രഘോഷണത്തോടുള്ള പ്രതിബദ്ധതയും തീക്ഷ്ണതയുമാണ്. അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പുകൾ ഏതാനും സെക്കൻഡുകൾ നിർത്തി. എന്നാൽ ഏതാനും മണിക്കൂറിന് ശേഷം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം ഉള്ളിൽ തോന്നി. അദ്ദേഹത്തിന്റെ സുപ്പീരിയർ ജനറലായ ഫാദർ എബ്രഹാം വെട്ടുവേലിയും ഇതിന്റെ സാക്ഷിയാണ്. എന്നാൽ കേൾവിക്കാർ അച്ഛന്റെ വേദനകളോ ബുദ്ധിമുട്ടുകളോ അറിഞ്ഞിരുന്നില്ല. പൂർണ്ണ ആരോഗ്യവാനായി വീൽ ചെയറിലിരുന്ന് പ്രസംഗിക്കുന്ന അച്ഛന്റെ ശബ്ദമാണ് അവർ കേട്ടത്. ഒരു മൈക്രോഫോണും ബൈബിളും നൽകിയാൽ അച്ഛന്റെ എല്ലാ വേദനയും ക്ഷീണവും അപ്രത്യക്ഷമാകും. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും വചനം പ്രഘോഷിക്കുകയും ചെയ്യും. ഞാനിതൊക്കെ പറയുമെങ്കിലും അച്ഛൻ പച്ചയായ ഒരു മനുഷ്യനാണെന്ന് ഓർക്കണമേ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ അച്ഛൻ എപ്പോഴെങ്കിലും മരിക്കാമെന്ന സന്ദേഹം എനിക്കുണ്ട്. അന്ന് അദ്ദേഹം ശക്തനായി പ്രസംഗിച്ച് കൈയടിച്ച് പാടി എല്ലാവരെയും സന്തോഷഭരിതരാക്കി. എന്തൊരു ധൈര്യം, എന്തൊരു പ്രസരിപ്പ്, എന്തൊരു ശക്തിയും സന്തോഷവും.
ആ ഏകദിന പരിപാടിയിൽ ഏറെ പേർക്ക് അത്ഭുതകരമായ മാനസാന്തരങ്ങളും രോഗശാന്തിയും ലഭ്യമായെന്ന് പിന്നീടറിഞ്ഞു. അച്ഛൻ്റെ മുറിവുകളെപ്പറ്റിയുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായ ഫാദർ എബ്രഹാം വെട്ടുവേലിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒക്ടോബർ 4-ാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസം ദിവ്യബലി സമയം കൈയിലെ മുറിവുകൾ കൈപ്പത്തികളുടെ മറുവശം മുറിച്ചു കടന്നു. ആ കാഴ്ച വളരെയധികം സങ്കടകരമായിരുന്നു. മുറിവുകളുടെ ആഴവും വ്യാപ്തിയും എല്ലാ വെള്ളിയാഴ്ചയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ ഒരുപക്ഷെ വീൽചെയർ കൈകൊണ്ട് തന്നെ തള്ളാൻ ബുദ്ധിമുട്ടാകാം. രക്തം വാർന്നു പോകുന്നതിനാൽ കയ്യുറയും ധരിക്കേണ്ടി വരും. എന്തൊരു വേദന, എന്തൊരു സഹനം. അച്ഛൻ്റെ ഈ സഹനങ്ങൾ ഇല്ലാതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഏറെ വിയർക്കുന്നതിനാൽ മുറിവുകൾ കൂടുതൽ ആഴത്തിലാവാനും സഹനങ്ങൾ കൂടുവാനും സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അച്ഛൻ്റെ തോളിലെ മുറിവുകളാണ് ഏറെ വേദനയും പുകച്ചിലും നൽകുന്നത്. ആ മുറിവുകൾ കാണികൾക്ക് വൃത്തിഹീനമാണ്. വിശുദ്ധ പാദ്രെ പിയോയുടെ വേദനകൾ എത്ര കഠിനമായിരുന്നുവെന്ന് ജെയിംസ് അച്ഛൻ അനുസ്മരിക്കാറുണ്ട്. അദ്ദേഹത്തിനും തോളിലായിരുന്നു അതികഠിനമായ വേദനാനുഭവം. അദ്ദേഹത്തിന്റെ ഒരു ദർശനത്തിൽ യേശുനാഥൻ അദ്ദേഹത്തോട് പറഞ്ഞുവത്രേ, തന്റെ തോളിലെ വേദനയാണ് അതികഠിനമെന്ന്. ഇത് അച്ഛന്റെ തോളിൽ എല്ലാ വ്യാഴാഴ്ചയും ഉണ്ടാകുന്നുണ്ട്. എന്തോ വെന്തുരുകിയ ഇരുമ്പ് കഷ്ണം കൊണ്ട് പൊള്ളിച്ചതുപോലെ തോന്നിക്കും. വെള്ളിയാഴ്ച അതിന്റെ വേദന അതിഭയങ്കരമാണ്. കണ്ടു നിൽക്കുന്നവർക്ക് പോലും അസഹനീയമാണ്. ഒക്ടോബർ 4-ന് അന്ന് സഭയിലുണ്ടായിരുന്ന വിവാദപരമായ പ്രശ്നങ്ങൾ കൊണ്ടോ ലോകമാസകലം കൊറോണയുടെ ഫലമായി മനുഷ്യരുടെ സഹനങ്ങൾ കൊണ്ടോ കത്തോലിക്കർ കുമ്പസാരവും കുർബാനയും ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ടോ ആയിരിക്കാം ഈ വേദനകൾ കൂടിയത്. മറ്റുള്ളവരുടെ വേദനകൾ ജെയിംസ് അച്ഛൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും ഏറെ മുറിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ജെയിംസ് അച്ഛനിൽ അഭിമാനം കൊള്ളുന്നു. ഞാൻ അദ്ദേഹത്തെ പ്രശംസിക്കുന്നു. ഇടതടവില്ലാതെ ലോകമെവിടെയും ധ്യാനങ്ങളും കൺവെൻഷനുകളും അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ കൊറോണ കാരണം യാത്രകൾ വിലക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും ഈയിടെ വിശുദ്ധ കുർബാനയും കയ്യിലേന്തി വീൽചെയറിൽ ടൗണുകളെല്ലാം കറങ്ങി പ്രാർത്ഥിച്ചുവത്രേ. എന്റെ കുടുംബവും ഒപ്പമുണ്ടായിരുന്നു. കൊറോണ വിലക്ക് വരുന്നതിന്റെ തലേ ദിവസമാണ് അമേരിക്കയിൽ നിന്നും വചനപ്രഘോഷണം കഴിഞ്ഞ് അച്ഛൻ തിരികെ എത്തിയത്. യൂറോപ്പിലെ കത്തോലിക്കർ ദിവ്യബലിയിൽ സംബന്ധിക്കുന്നില്ല എന്നറിഞ്ഞ അച്ഛൻ യൂറോപ്പിൽ ആദ്യമായി ഓൺലൈൻ കുർബാനകൾ ആരംഭിച്ചു. വീൽചെയറിലിരുന്നാണ് ബലി അർപ്പിച്ചത്. എന്നാൽ ഇന്റർനെറ്റിൽ കാണുന്നവർക്ക് അത് മനസ്സിലായില്ല. And he sits and of course we know and we suffer together with him, no? Yeah. He has, as far as I know, ഇതിനു പുറമെ ഇന്ത്യയിലും ആഫ്രിക്കയിലും ഫിലിപ്പൈൻസിലും പാവങ്ങളെ സഹായിക്കുന്ന പല പ്രോജക്റ്റുകളും അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. സെമിനാരി വിദ്യാർത്ഥികളെ സഹായിക്കുവാനും പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനും രോഗികളെ സഹായിക്കുവാനും നിർധനരായ കുട്ടികളെ പഠിപ്പിക്കാനും അച്ഛൻ ആവതെല്ലാം ചെയ്യുന്നുണ്ട്. കാരിസ് ഭവനെയും കാരിസ് മരിയൻ മെയ്ഡ്സ് എന്ന സന്യാസ സമൂഹത്തെയും MSFS സന്യാസ സമൂഹത്തെയും കൈയഴിഞ്ഞ് സഹായിക്കുന്നു. ധ്യാനത്തിൽ കിട്ടുന്ന ധർമ്മകാശും സംഭാവനകളും മറ്റുള്ളവർക്കായി ചെലവഴിക്കുന്നു. സന്മനസ്സുള്ള പലരും അച്ഛന്റെ വസ്ത്രങ്ങളും മരുന്നുകളും വാങ്ങിക്കൊടുക്കുന്നു. അദ്ദേഹത്തിന് വേറെ ചെലവുകൾ ഒന്നുമില്ല. യൂറോപ്പിലെ പല പാവപ്പെട്ടവരെയും അച്ഛൻ സഹായിക്കുന്നുണ്ട്. വികലാംഗരുടെയും വൃദ്ധരുടെയും അനാഥരുടെയും സ്ഥാപനങ്ങളെയും സഹായിക്കുന്നു. താൻ ചെയ്യുന്ന പരോപകാര പ്രവൃത്തികൾ പരസ്യപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. എങ്കിലും അദ്ദേഹം ചെയ്യുന്ന ചില സത്പ്രവൃത്തികളുടെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ നിങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. Some of his works when I was there when it was the inauguration or something. So I have some of his projects only. സത്യം പറഞ്ഞാൽ അച്ഛൻ എവിടെയെല്ലാം ആരെയെല്ലാം സഹായിക്കുന്നുണ്ട് എന്ന് ദൈവത്തിന് മാത്രമേ അറിവുള്ളൂ. കണിശമായും
എൻ്റെ അമ്മയ്ക്ക് കുറെയെല്ലാം അറിയാം. കാരണം പണകാര്യങ്ങളെല്ലാം എൻ്റെ അമ്മ വഴിയാണ് കൈകാര്യം ചെയ്യുന്നത്. പണം സ്വന്തമായി കൈകാര്യം ചെയ്യുകയില്ല എന്നത് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് മാറ്റുകൂട്ടുന്നു. അദ്ദേഹത്തെ അടുത്തറിയുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ പരോപകാര പ്രവർത്തികളെയും കൈയയഞ്ഞ് സഹായിക്കുന്നുണ്ട്. കാരണം ജെയിംസ് അച്ഛന് കൊടുത്താൽ സ്വന്തം കീശയിലേക്ക് പോവുകയില്ല എന്ന് യൂറോപ്പിൽ എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക അഭിഷേകത്താൽ ജെയിംസ് അച്ഛൻ എന്നും നിത്യയുവത്വത്തിൽ ആണ്. എങ്കിലും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾക്കും കൂടിയേ തീരൂ. നീണാൽ കർത്താവിനായി ജീവിച്ച് തന്റെ വചന ശുശ്രൂഷകളിലൂടെ ധാരാളം പേർക്ക് യേശുവിന്റെ രക്ഷ നൽകാനാകട്ടെ എന്ന് നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. സുവിശേഷം പ്രഘോഷിക്കണം, എല്ലാവരെയും രക്ഷിക്കണം, എപ്പോഴും പ്രഘോഷിക്കണം, അവസാന ശ്വാസം വരെ പ്രഘോഷിക്കണം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ഹൃദയാഭിലാഷങ്ങൾ. Thank you very much for watching our documentary on the ജെയിംസ് അച്ഛൻ്റെ ജീവിതം, മുറിവുകൾ, സഹനങ്ങൾ, വചന ശുശ്രൂഷകൾ എന്നിവയെപ്പറ്റിയുള്ള ഈ ഡോക്യുമെൻ്ററി കണ്ട നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എന്നോടൊത്ത് പ്രവർത്തിക്കുന്നവരുടെയും സാക്ഷ്യമാണ്. കഴിഞ്ഞ 20-ലധികം വർഷങ്ങളിലായി ഞാൻ നേരിട്ട് കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാനിതിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനവും വെല്ലുവിളിയുമാണെന്നതിന് സംശയമില്ല. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിനു വേണ്ടിയും ഞങ്ങളുടെ ശുശ്രൂഷകൾക്കു വേണ്ടിയും ദയവായി പ്രാർത്ഥിക്കണമേ. ഈ ഡോക്യുമെൻ്ററി കണ്ടുകേട്ടവരെയെല്ലാം കർത്താവായ യേശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഡോക്ടർ റിച്ചി ഫെബ്രിസ്. Thank you very much for your love, for your prayers, and for your support. God bless you. God bless you. Bye-bye. Bye. 2024 വലിയ നോമ്പിലെ 40-ാം വെള്ളിദിനത്തിൽ അതിരമ്പുഴ കാരീസ് ഭവനിൽ വെച്ച് ജെയിംസ് അച്ഛൻ്റെ ശിരസിൽ നിന്നുമുണ്ടായ രക്തസ്രാവത്തിൻ്റെ ഏതാനും ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. Thank you, Jesus. Thank you, Jesus. Thank you, Jesus, from my heart. Thank you, Jesus. Thank you, Jesus. Thank you, Jesus, from my heart.